2024 നീറ്റ് എക്സാമിന് 720 710 മാർക്കും വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കിയ അഞ്ജന ഷാജിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. നമുക്ക് അഞ്ജന ഷാജിയെയും കുടുംബാംഗങ്ങളെയും ഒന്ന് പരിചയപ്പെടാം. അതോടൊപ്പം മറ്റു വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. അഞ്ജനെ 710 മാർക്ക്, 459 റാങ്ക്. അഞ്ജനയ്ക്ക് എങ്ങനെ തോന്നും നമ്മുടെ ഈ വിജയത്തെ? വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു വർഷത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ ഈ 459 റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് തീർച്ചയായും വളരെ നല്ല കഷ്ടപ്പാട് നമ്മൾ ഒരു വർഷം ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ രീതികളെക്കുറിച്ച് നമ്മുടെ പുതിയ കുട്ടികൾ ഈ വർഷം 2025 തയ്യാറെടുക്കുന്ന കുട്ടികൾ അവർക്ക് വേണ്ടി അഞ്ജന ചെയ്ത രീതികൾ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ എല്ലാ ക്ലാസ്സിലും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഡെയിലി ടോപ്പിക്കിനേക്കാൾ കൂടുതൽ വീക്ക്ലി എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഒരാഴ്ച നമുക്ക് 3 ചാപ്റ്റർ നന്നായിട്ട് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. ഡെയിലി ടോപ്പിക്ക് ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഹോസ്റ്റലിൽ പോയിട്ട് അങ്ങനെ കൂടുതലായിട്ട് നോക്കത്തില്ലായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീക്ക്ലി എക്സാമിനാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ വർക്ക് ബുക്ക് ചെയ്യും, പിന്നെ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യുമായിരുന്നു, പിന്നെ പാക്കേജ് ചെയ്യുമായിരുന്നു, പിന്നെ പ്രീവിയസിൻ്റെ ബുക്ക് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫായിരിക്കും. അപ്പോൾ നമ്മൾ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമായിരുന്നു, ബ്രില്ലിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമായിരുന്നു. പിന്നെ റൂംമേറ്റ്സ് ആണെങ്കിലും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ തരുമായിരുന്നു. പിന്നെ അപ്പുറത്തെ റൂമിൽ നിന്നാണെങ്കിലും വാങ്ങി ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ഇത്രയും സാധനങ്ങളെ ഞാൻ ചെയ്യുമായിരുന്നുള്ളൂ. ഇത്രയും മെറ്റീരിയൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബ്രില്ലിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ പരമാവധി നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ബ്രില്ലിനിൽ തന്നിരുന്ന എല്ലാ സ്റ്റഡി മെറ്റീരിയലും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വേറെ ഏതെങ്കിലും എക്സ്ട്രാ ഗൈഡോ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ബ്രില്ലിൻ്റെ നിന്ന് സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക്, പാക്കേജ്, പ്രീവിയസിൻ്റെ ബുക്ക്, അത് ചാപ്റ്റർ വൈസാണ് നമുക്കൊരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഡിപ്പെൻഡ് ചെയ്താണ് അഞ്ജന പോയത്. അങ്ങനെ തന്നെ അഞ്ജനയ്ക്ക് ഉയർന്ന വിജയം 710 നല്ലൊരു സ്കോർ നീറ്റ് എക്സാമിൽ ഈ കഴിഞ്ഞ നീറ്റ് എക്സാം അഞ്ജനയ്ക്ക് നേടാനായി. അഞ്ജന, നമ്മുടെ എക്സാമുകളെ കുറിച്ച് നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും എക്സാമുണ്ട്. അതോടൊപ്പം നമുക്ക് യൂണിറ്റ് തിരിച്ച് അവസാനം മോഡൽ എക്സാമുകൾ, പ്രീ മോഡൽ എക്സാമുകൾ, അല്ലേ, അങ്ങനെ ഒത്തിരിയേറെ നിരവധിയായ എക്സാമുകൾ എഴുതിയാണ് നമ്മൾ ഈ ഒരു വർഷം ഇങ്ങനെ കടന്നു പോകുന്നത്. ആ എക്സാമുകൾ നമ്മുടെ ഈ വിജയത്തെ എങ്ങനെ സഹായിച്ചു? എല്ലാ എക്സാമും എഴുതുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു എക്സാം സ്കിപ്പ് ചെയ്യരുത്. ഇപ്പം ഞാൻ ആദ്യം തൊട്ടേ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിലും വീക്കിലി എക്സാം എല്ലാം എഴുതുമായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ എക്സാം ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൻ്റെയും വീക്കിലി എക്സാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചാപ്റ്റർ മാത്രമേ നമുക്ക് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ റിമൈനിങ് ടോപ്പിക്കിൽ ഇട്ടു. അപ്പോൾ റിമൈനിങ് ടോപ്പിക്ക് വരുമ്പോൾ നമുക്കൊരു കുറച്ച് കൂടുതലായിരിക്കും വെയിറ്റ്, ചാപ്റ്റർ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിന് വേണ്ടിയിട്ട് പഠിക്കാൻ അത്ര സമയം കിട്ടത്തില്ല. പക്ഷെ നമുക്ക് പിന്നെ അത് മോഡൽ എക്സാം വരുമ്പോൾ മാറ്റിയെടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊക്കെ വരും, അല്ലെ ഇതൊക്കെ പഠിക്കേണ്ടതാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ നിരവധി എക്സാം വഴി നമ്മൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തുക, അല്ലേ? ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇ ലേണിംഗ് ആപ്പ്, അല്ലേ, ഒത്തിരി കുട്ടികൾ ഉപയോഗിക്കുന്നത്. നമുക്ക് 4.9 സ്റ്റാർ റേറ്റിംഗ് നമ്മുടെ ഇ ലേണിംഗ് ആപ്പ്, അത് എപ്രകാരമാണ് അഞ്ജന? ഞാൻ അതിൽ ഇ ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അതിനകത്ത് വീഡിയോസ് ഇല്ലേ, വീഡിയോസിനകത്ത് പ്രൊഫസേഴ്സ് അത് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ശേഷമുള്ള അതാണ് കൂടുതൽ ചെയ്തിരുന്നത്, അതാണ് ഞാൻ ചെയ്തിരുന്നത് കണ്ടിരുന്നത്. അഞ്ജന കൂടുതലായിട്ടും എക്സാമിന് ശേഷം തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് അത് സെലക്ട് ചെയ്ത് അതിൻ്റെ ആൻസർ നോക്കാനായിട്ട് വീഡിയോ നമ്മുടെ ഇ ലേണിംഗ് ആപ്പ് വളരെ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് അഞ്ജന വിശദീകരിക്കുന്നു. ഓക്കെ, അഞ്ജന, ആക്ച്വലി ഈ ഒരു വിജയം, ഈ 710 മാർക്ക് നീറ്റ് എനിക്ക് നേടാൻ പറ്റും. കാരണം മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്ക് നമ്മൾ അറിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ഒരു മാർക്ക് അഞ്ജന പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് എന്നാലും പറ്റും, കുറച്ചുകൂടെ ശ്രമിച്ചാൽ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു കോൺഫിഡൻസ് ആണ് നമ്മളെ, അല്ലേ, എനിക്ക് നേടിയെടുക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും MBBS ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്ന് അഞ്ജന ആക്ച്വലി ആഗ്രഹിച്ചത്? ഞാൻ നീറ്റ് എഴുതുന്നതിന് മുമ്പ് വരെ എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ഒരു ജാനുവരിക്ക് ബിഫോർ ഞാൻ കേരളത്തിലെ ഞാൻ കോട്ടയംകാരായതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഇതൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷെ ഞാനൊരു ജാനുവരി തൊട്ടപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കിൽ വരുന്ന ഒരു വ്യത്യാസം വരുന്ന കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ആഗ്രഹിക്കാം, തോന്നി. അങ്ങനെ എനിക്കിപ്പോൾ എയിംസിൽ പോകണമെന്നാണ് ആഗ്രഹം. എയിംസ് ഡൽഹി ഓക്കെ, നമുക്ക് നോക്കാം, അല്ലേ? യെസ് യെസ്. അഞ്ജന റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്തത്? ഞാൻ +2 കഴിയുമ്പോൾ തൊട്ട് എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫ്രണ്ട്സിൻ്റെ ചേച്ചിമാരായാലും ബ്രില്യനെ കുറിച്ച് തന്നെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
അതുമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കോച്ചിങ് സെൻറ്റർ ബ്രില്ലിന് തന്നെ ആണ്. പിന്നെ ഞാൻ കോട്ടയംകാരിയും കൂടെ, പിന്നെ എനിക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട, ബ്രില്ലിന് തന്നെയാണ് ബെസ്റ്റ്. അപ്പം ഞാൻ അവിടെ തന്നെ പഠിച്ചു. ഇപ്പോൾ ഞാൻ ഏറ്റവും നല്ലൊരു കോളേജിൽ പോകാൻ എനിക്ക് സാധിക്കാൻ പറ്റുന്നതും ബ്രില്ലിന് പഠിച്ചതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ബ്രില്യൻറ്റിൽ ഈ ഒരു വർഷക്കാലം നമ്മളുടെ ബ്രില്യൻ്റ് എക്സ്പീരിയൻസ്, ബ്രില്യൻറ്റിൽ നമ്മുടെ ക്യാമ്പസിൽ എക്സ്പീരിയൻസ് ഒന്ന് വിശദമാക്കാമോ? ക്യാമ്പസിലെ എക്സ്പീരിയൻസ് പറയുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ അജിത് പി രാമചന്ദ്രൻ സാറാണ്. പിന്നെ എൻ്റെ കോർഡിനേറ്റർ എന്ന് പറയുമ്പം ജോസഫ് സാറാണ്. ഇവിടെ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. ഇപ്പം അജിത് സാറാണെങ്കിലും സാറ് എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേ വേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തന്നോ, ഞാൻ ടെൻഷൻ അടിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പം സാറ് ഭയങ്കര സപ്പോർട്ടാണ്. ക്ലാസ്സിൽ വന്നാണെങ്കിലും സാറിൻ്റെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ പോലെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പവറാണ്. അപ്പോൾ ഇരുന്ന് പഠിക്കാൻ ഭയങ്കര പവറാണ്. ജോസഫ് സാറാണെങ്കിലും ക്യാഷ് പ്രൈസ് തരാനൊക്കെ വരുമ്പോഴത്തേക്കും, ഡയറക്ടർ സാർ സ്റ്റീഫൻ സാറാണെങ്കിലും വരുമ്പോഴത്തേക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയും, എങ്ങനെയാണ് പഠിക്കണ്ടേ. സാറാണ് പറഞ്ഞത് ഒരു ദിവസം 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം, മിനിമം 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്യണം, അത് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തതും. അപ്പം ഒരുപാട് നല്ല അഡ്വൈസസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടും ഉണ്ട്. നമ്മൾ ഈ ഒരു വർഷക്കാലം ഹോസ്റ്റലായിരുന്നല്ലോ, ബ്രില്യൻറ്റിലെ ഹോസ്റ്റലായിരുന്നല്ലോ. ഈ ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ച് അല്ലേ, ക്ലാസ്സിന് ശേഷം നമ്മളായിരിക്കുന്ന സ്ഥലം നമ്മുടെ ഹോസ്റ്റലാണ് ഏറ്റവും കൂടുതൽ സമയം. ആ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ പേൾ ഹോസ്റ്റലിലായിരുന്നു. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോസ്റ്റലായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ പഠിക്കാൻ ഞാനൊരു സ്റ്റഡി ഹാളിൽ പോലും പോലെ എനിക്ക് എൻ്റെ റൂമിൽ ഇരുന്ന് പഠിക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. കാരണം വേറൊരു ഒച്ചപ്പാടോ അല്ലെങ്കിൽ വേറെ ഒരു ഡിസ്ട്രാക്ഷനോ അവിടെ ഇല്ല. അതുമല്ല ഒരു കറക്റ്റ് നമുക്ക് പഠിക്കാനുള്ള എൻവയോൺമെൻറ്റ് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡൻ മിനി മിസ്സായിരുന്നു. പിന്നെ എൻ്റെ ഫ്ലോറിൽ ഇൻചാർജ് നികിത മിസ്സായിരുന്നു. അപ്പോൾ അവരൊക്കെ നികിത മിസ്സൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, ടെൻഷൻ ഉണ്ടോ, പ്രോഗ്രസ് കാർഡൊക്കെ സൈൻ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല, ഇപ്പോഴത്തെ മാർക്കെല്ലാം നോക്കണ്ടേ എന്നൊക്കെ പറയായിരുന്നു. അവരുടെയൊക്കെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ ഇരുന്നാണ് എക്സാം എഴുതാൻ പോയത് നീറ്റിന്. അപ്പം തലേന്ന് വരെ എൻ്റെ അടുത്ത് നികിത മിസ് വന്നിരിക്കുമായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എൻ്റെ റൂംമേറ്റ്സൊക്കെ വെക്കേറ്റ് ചെയ്തു. അപ്പോൾ നികിത മിസ് വന്ന് എൻ്റെ അടുത്ത് ഒത്തിരി സംസാരിക്കുകയാണ്. കാരണം നമുക്ക് എക്സാമിൻ്റെ തലേന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ, കൂടുതലും പഠിക്കേണ്ട, എന്നോട് പറയും നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, എനിക്ക് ഇട്ടുപിടിക്കുക വരെ ചെയ്യുന്നു മിസ്. 710 മാർക്ക് വാങ്ങിച്ച് നിൽക്കുന്ന അഞ്ജന. അപ്പോൾ ഈ ഒരു മാർക്ക് പല കുട്ടികളും ഡ്രീം മാർക്കായിരിക്കും. ആ കുട്ടികൾക്ക് വേണ്ടി 2025 എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഞ്ജനയ്ക്ക് എന്താ അവരോട് പറയാനുള്ളത്? നിങ്ങൾ ബ്രില്യൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട. കാരണം പിന്നെ അവർക്കറിയാം, കാരണം അവിടുത്തെ കോർഡിനേറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും അറിയാം നമ്മളെ എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ എക്സാം എഴുതിക്കാൻ അവർ നമ്മളെ ഡെവലപ്പ് ചെയ്തെടുക്കും. നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേ വേണ്ട. ടീച്ചേഴ്സും ക്ലാസ് ടീച്ചേഴ്സും ഡയറക്ടർ സാറും കോർഡിനേറ്റർ സാറൊക്കെ പറയുന്നത് കേട്ട് മാത്രം പഠിച്ചാൽ മതി. അവിടുത്തെ മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്താൽ മതി. അവിടുന്ന് എന്തൊക്കെ മെറ്റീരിയൽസ് വരുന്നുണ്ടോ അതെല്ലാം യൂസ് ചെയ്യണം, ഒന്നും മിസ് ചെയ്യരുത്. എല്ലാ എക്സാമും എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു വിജയം കിട്ടും. ആക്ച്വലി ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഒരു ഡോക്ടർ കൊച്ചിന് മുമ്പിലാണ്. ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പം അഞ്ജനയ്ക്ക് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അഞ്ജന പഠിച്ച് നല്ലൊരു ഡോക്ടറായി അതിൻ്റെ PG ചെയ്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ചെയ്ത് നല്ല മിടുക്കിയായിട്ട് നാടിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.